പ്രശ്നമാണല്ലോ. ബാധ ഇങ്ങനെ കലികൊണ്ട് നിൽക്കുക. ഉടനെ തളച്ചില്ലെങ്കിൽ ഈ കുടുംബം നാമാവിശേഷമാകും. ആവാഹിക്കാൻ എന്റെ മോൻ സമ്മതിക്കുന്നില്ല പണിക്കരെ. എന്നാ പരിഹാരക്രിയ എവിടെ വെച്ച് വേണ്ട, എന്റെ വീട്ടിൽ വെച്ച് ആവാം. കുറച്ചധികം ചെലവ് വരുന്ന പൂജയാണ്. ഒരു സ്വർണ്ണ രൂപത്തിൽ പ്രേതത്തെ ആവാഹിച്ച് ത്രിവേണി സംഗമത്തിൽ കൊണ്ടുപോയി ഒഴുക്കണം. അല്ല പണിക്കരെ, പൂജ നടക്കുമ്പോ ഞങ്ങളിൽ ആരെങ്കിലും അവിടെ വേണ്ടേ? അതിപ്പോ ഇയാളുണ്ടല്ലോ, ഇയാളായാലും മതി. പ്രേതത്തെ ആവാഹിക്കുകയാണല്ലോ. ഇവിടെയുള്ള പ്രേതം എന്റെ ആവാഹന ശക്തിയിൽപ്പെട്ട് ഞാൻ പൂജ നടത്തുന്ന സ്ഥലത്തെത്തും. ദ്രവ്യം തയ്യാറാണെങ്കിൽ പറയൂ, ഉടനെ ചെയ്യാം. 3 ദിവസത്തിനുള്ളിൽ കർമ്മം ചെയ്യണമെന്നാണ് പ്രശ്നത്തിൽ കാണുന്നത്. അത് നോട്ടമിട്ടിരിക്കുന്നത് മുത്തശ്ശിയാണ്. അയ്യോ, അത് തടയണമെങ്കിൽ പൂജ നടന്നിരിക്കണം, ഇല്ലെങ്കിൽ ആപത്താ. തയ്യാറാണെങ്കിൽ പണം തന്നോളൂ. മുത്തശ്ശി ഒരു മിനിറ്റ്. മോനെ. മുത്തശ്ശി, ഞാന് പാപ്പരായിട്ടിരിക്കുവോ. മറ്റേ പ്രശ്നമല്ലേ, അമ്മയുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല മോനെ. കാശ് തൽക്കാലം മുത്തശ്ശി തന്നെ തരേണ്ടി വരും. അയ്യോ, എന്റെ കയ്യിൽ ഒന്നുമില്ല. പതുക്കെ. ഒന്നുമില്ല മോനെ. ഒരു ഐഡിയ ഉണ്ട്. മുത്തശ്ശിയുടെ കയ്യിലെ വളയൊക്കെയും കൂടി. ഇത് മനോഹരനോട് ചോദിക്കാതെ തന്ന എങ്ങനെയാ മോനെ? ബാധ കളയണോ വേണ്ടയോ, അതാ ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്. പണിക്കര് പറഞ്ഞ കേട്ടല്ലോ, മുത്തശ്ശി ആ പ്രേതം നോട്ടമിട്ടിരിക്കുന്നത്. രക്ഷപ്പെടാൻ കിട്ടുന്ന അവസാനത്തെ ചാൻസാ. ഇത് കളഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് ശരിയാ. സ്വർണം പോയാ പിന്നെ നമുക്ക് ഉണ്ടാക്കാം. ജീവൻ പോയാ പോയതാ. വേഗം നീ എടുത്തത് തിരിച്ചു തരുമല്ലോ. എന്നാ തരട്ടെ. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. എനിക്കെന്തോ ഒരു വയ്യായിക പോലെ. നീ പോയി എടുത്ത് കുടിക്കും. എന്ത് വയ്യാഴിക അമ്മേ? എടാ മനോഹര, നീ പോയി എടുത്ത് കുടിക്ക്. എനിക്ക് തലവേദന എടുക്കുന്നു. അമ്മേ, അമ്മയുടെ മുഖത്ത് എന്തോ ഒരു കളലക്ഷണം ഉണ്ട്. ഒന്നും ഇല്ല എന്റെ മനോഹര. അമ്മയുടെ കൈക്കകത്തെന്താ? കൈ മൂടി വെച്ചിരിക്കുന്നത്. കൈ പൊള്ളിയോ? എടാ ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്. ആ കൈ ഒന്ന് കാണിച്ചേ. ഇങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞില്ലേ? അമ്മയുടെ കയ്യിലെ വളയെന്തി? കയ്യങ്ങ് ഭയങ്കര ചൊറിച്ചില്. ഞാനത് ഊരി വെച്ചേക്കുവാ. എവിടെ ഊരി വെച്ച്? അലമാരിക്കകത്ത്. ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ, എനിക്കൊന്ന് കാണണം. എന്തിന്? നിനക്കെന്നെ വിശ്വാസമില്ലേ? തീരെ ഇല്ല. എടാ ഞാൻ നിന്റെ അമ്മയാടാ. അതുകൊണ്ട് തന്നെയാ തീരെ ഇല്ലാത്തത്. അമ്മേ, സത്യം പറ, വളയെവിടെ? എവിടെയാന്ന്? യോ, ഞാനതാ പണിക്കർക്കും കൊടുത്തു. പണിയാൻ കൊടുത്തു? പണിക്കർക്ക് എടുത്തു കൊടുത്തെന്ന്. ജോത്സ്യം പണിക്കർക്കോ? എടാ മനോഹര, ഇവിടെ മൊത്തം പ്രശ്നമാടാ. 3 ദിവസത്തിനുള്ളിലെ ആവാഹനം നടത്തണം. അതിനെ സ്വർണത്തിന്റെ ആൾരൂപം വേണം. അതിനൊക്കെ ചെലവില്ലടാ. എന്റെ അമ്മ, അമ്മയ്ക്ക് തലയ്ക്ക് പ്രാന്താണോ? ആരാ പണിക്കരെ കൊണ്ടുവന്നേ? അവനായിരിക്കും ശരത്ത്. അതെ, അവൻ അമ്മയെ പറ്റിച്ചതാ. ആ സ്വർണം പോയി. അല്ല മനോഹര, എടാ പ്രേതമുണ്ട് ഇവിടെന്ന്. ആണോ? അത് അവനെയാണ് ആവാഹനം ചെയ്ത് തളയ്ക്കേണ്ടത്. അമ്മേ, എന്റെ അനുവാദമില്ലാതെ ആഭരണം ഊരി കൊടുക്കാൻ ആരാ അമ്മയോട് പറഞ്ഞേ? എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ അത്.
എനിക്കത് ഇപ്പൊ തന്നെ തിരിച്ചു വേണം. എന്റെ മനോഹര, അത് പോയില്ലേടാ. ഇനി അത് ത്രിവേണി സംഗമത്തിൽ മുങ്ങും. അതോടെ ഈ വീടിന്റെ ദോഷങ്ങളെല്ലാം മാറും. ആ, ഈ വീടിന്റെ ദോഷം അതിനു മുമ്പ് മാറും. ആ വള തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അമ്മ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും.